രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തുന്നുവെങ്കിൽ അതിൽ രാഷ്ട്രീയ ശരിയത്ര? ഇത് പരിശോധിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. ഇന്ന് നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഡോക്ടർ ചൂരനാട് രാജശേഖരൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ്, ശ്രീ പി പ്രസാദ് CPIയിൽ നിന്ന്, ശ്രീ KJ ജേക്കബ് മാധ്യമപ്രവർത്തകൻ, ശ്രീ റഷീദുദ്ദീൻ ഞങ്ങളുടെ പൊളിറ്റിക്കൽ എഡിറ്റർ ഡൽഹിയിൽ നിന്ന്. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ ചൂരനാട് രാജശേഖരൻ, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നു എന്നത് കേവലമായൊരു കഥ മാത്രമാണോ? മറ്റു പല PCCകളുടെയും പോലെ നിങ്ങളുടെ ഒരു ആഗ്രഹ പ്രകടനം മാത്രമാണോ അത്? അതോ അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉറപ്പ് കിട്ടിയിട്ടിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ശ്രീ AK ആന്റണിയാണ് KPCC പ്രസിഡന്റിനെ വിളിച്ച് രാവിലെ തന്നെ ഇക്കാര്യം പറയുന്നത്. AK ആന്റണി ഒരു ഉറപ്പ് കിട്ടാതെ ഒരിക്കലും അങ്ങനെ പറയാറില്ല. രാഹുൽ ഗാന്ധിയുടെ ഉറപ്പ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഉറപ്പാണ്. അത് ഒരു വ്യക്തിയല്ലല്ലോ, അത് വളരെ തീരുമാനമെടുത്തതിന് ശേഷമുള്ള ഒരു സംസാരം തന്നെയാണ് ഉണ്ടായത്. ഇത് 2-3 മാസത്തിന് മുമ്പേ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ തന്നെ തമിഴ്നാട് സ്റ്റാലിൻ തന്നെ അദ്ദേഹത്തെ ഭാവി പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിച്ചിട്ട് തമിഴ്നാട്ടിൽ മത്സരിക്കണമെന്ന് സ്റ്റാലിൻ പറഞ്ഞത് എല്ലാവരും വാർത്താമാധ്യമങ്ങളിൽ കണ്ടതാണ്. കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും ഇതേ ആവശ്യം തന്നെ ഉന്നയിച്ചു. അപ്പോഴാണ് ഒരു തീരുമാനമെടുക്കാതെ വന്നപ്പോഴാണ് സിദ്ദിഖിനെ പോലൊരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ശുപാർശ ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇന്ന് കേരളത്തിൻ്റെ തീരുമാനം, കേരളത്തിൻ്റെ ആഗ്രഹം തീർച്ചയായിട്ടും ഹൈക്കമാൻഡ് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ശ്രീ AK ആന്റണി KPCC പ്രസിഡന്റ് ആവശ്യപ്പെടുകയും KPCC പ്രസിഡന്റ് കേരളത്തിലെ ഘടകകക്ഷി നേതാക്കന്മാരുമായിട്ടും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ടും വിശദമായി ചർച്ച ചെയ്തതിന് ശേഷമാണ് തീർച്ചയായിട്ടും അത് പുറത്തു വന്നിട്ടുള്ളത്. കേരളത്തെ KPCCക്കുള്ള അഭിമാനം മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തോട് ഉള്ള ഒരു ബഹുമാനം മാത്രമല്ല, കേരളത്തോട് കാണിച്ച ഒരു വലിയ അംഗീകാരമാണ്. ഒരു കാര്യം കൂടി ശ്രീ ചൂരനാട് രാജശേഖരൻ, അപ്പോൾ നിങ്ങൾ കുറെ കാലം മുൻപ് തന്നെ അദ്ദേഹം ഇവിടെ മത്സരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതപ്പോൾ പരിഗണിച്ചില്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടുത്തെ ആളുകളുടെ പേരുകളുമായി പട്ടികയുമായി മുന്നോട്ട് പോയി. സിദ്ദിഖിനെ അവതരിപ്പിച്ചു. സിദ്ദിഖിനെ നാടൊട്ടുക്ക് അവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് പരിചയപ്പെടുത്തി. അദ്ദേഹം പ്രചരണ പരിപാടികളിലേക്ക് പോയി. ഇന്ന് രാവിലെ കൂടി വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വമെന്ന് വാർത്ത കൊടുത്തപ്പോൾ സിദ്ദിഖ് മാധ്യമങ്ങളോട് രോഷപ്പെട്ടത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ അപ്രതീക്ഷിതമായി നിങ്ങളുടെ കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു, വിജയസാധ്യതയുള്ള ഒരിടത്ത് മത്സരിക്കാൻ തീരുമാനിക്കുന്നു രാഹുൽ ഗാന്ധി. അങ്ങനെ നിങ്ങൾ പോലും ഒരുപക്ഷെ വിചാരിക്കാതെ നിങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ വന്ന ഒരു തീരുമാനമാണ് ഇതെന്ന് മനസ്സിലാക്കണം. നിശാന്ത്, ആ പറയുന്നതിൽ എന്താ അർത്ഥം? തെക്കേ ഇന്ത്യയിലെ 3-4 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഒരുപോലെ ആവശ്യപ്പെട്ടപ്പോൾ ഏറ്റവും അവസാനം കേരളത്തിന് അംഗീകാരം കിട്ടി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ബഹുമാനമായിട്ടല്ലേ നമ്മൾ കണക്കാക്കേണ്ടത്? അതിനിങ്ങനെ ചെറുതായി നമ്മൾ കാണുന്നത് ശരിയാണോ? ഞാൻ സ്റ്റാലിൻ്റെ കാര്യം പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല. തെക്കേ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നിങ്ങൾ നോക്കിയോളൂ. 2019 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന പ്രസ്ഥാനത്തിന് ഭൂരിപക്ഷം കിട്ടുന്നത് തെക്കേ ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. തമിഴ്നാട്, കേരളം, കർണാടകം, അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ്. അവരെല്ലാം ഭാവി പ്രധാനമന്ത്രിയായി കാണുന്ന രാഹുൽ ഗാന്ധി സ്വന്തം സംസ്ഥാനത്ത് മത്സരിക്കണം എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ എല്ലാവരും ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായും അംഗീകരിച്ചു. ഇനി നമുക്ക് അതിലെ രാഷ്ട്രീയത്തിലേക്ക് വരണമല്ലോ ശ്രീ ചൂരനാട് രാജശേഖരൻ. ഇപ്പം തെക്കേ ഇന്ത്യയിൽ നിന്ന് മത്സരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അദ്ദേഹം അവിടേക്ക് വരുന്നുവെന്നാണ്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തിരഞ്ഞെടുക്കേണ്ടത് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒരു മത്സരവേദിയായിരുന്നുവോ എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നുന്നുണ്ടോ? കാരണം കർണാടക നോക്കൂ, ഏറ്റവും അവസാനം ഇപ്പോൾ വരുന്ന ചില അഭിപ്രായ സർവേകൾ പോലും കർണാടകയിൽ നിന്ന് വലിയ മുന്നേറ്റം BJP ഉണ്ടാക്കാൻ പോകുന്നുണ്ട് എന്ന സൂചനകൾ പുറത്തു വരികയാണ്. കർണാടകയിലല്ലേ എങ്കിൽ കുറച്ചുകൂടി ഏറ്റവും നന്നായി അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാൻ കഴിയുമായിരുന്ന സ്ഥലം? അവിടെയല്ലേ ഇന്ത്യൻ ജനതയ്ക്കാകെ തന്നെ ഒരു രാഷ്ട്രീയ സന്ദേശം കൊടുക്കാൻ കഴിയും വിധത്തിലുള്ള മത്സരം അദ്ദേഹത്തിന് സാധ്യമാക്കാൻ കഴിയുമായിരുന്നത്? അതെന്തുകൊണ്ട് BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്ന സന്ദേശം ഒഴിവാക്കി ഇവിടെ വന്ന് ഒരുപക്ഷെ നിങ്ങളെ തന്നെ പിന്തുണച്ചേക്കാമെന്ന് നിങ്ങൾക്കുറപ്പുള്ള ഒരു ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നത് എന്ത് രാഷ്ട്രീയമാണ്? നിശാന്തേ, അതിന് 2-3 കാര്യങ്ങളുണ്ട്. രാഷ്ട്രീയം മാത്രമല്ല. വയനാട് എന്ന് പറയുന്നത് 3 സംസ്ഥാനങ്ങളുടെ സംഗമ പ്രദേശമാണ്. കേരളത്തിലാണ് ആ സ്ഥലമെങ്കിലും തമിഴ്നാടിൻ്റെയും കർണാടകത്തിൻ്റെയും പ്രവേശന കവാടം തന്നെയാണ് വയനാട്. രണ്ടാമത്തൊരു കാര്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആദിവാസി സമൂഹം തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ഈ വയനാട്.
മൂന്നാമത്തെ ഒരു കാര്യം, ഈ ആദിവാസി സമൂഹത്തിന് ഒരിക്കൽ പോലും നീതി കിട്ടാത്ത ഒരു സ്ഥലമാണ് എന്ന് മാറി മാറി വന്ന ഗവൺമെൻറ്റുകളൊക്കെ വന്നിട്ടുള്ളപ്പോഴും പരാതികൾ ഇപ്പോഴും നിൽക്കുകയാണ്. ഈ വരാൻ പോകുന്ന രാജ്യത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്ന ഒരു കേന്ദ്ര ബിന്ദു, അതിൻ്റെ പ്രഭാവസ്ഥാനം വയനാട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ആദിവാസി സമൂഹത്തോടും അതിനേക്കാളേറെ ന്യൂനപക്ഷ സമുദായം ഏറ്റവും കൂടുതലുള്ള സ്ഥലവുമാണ് വയനാട്. അല്ല, നിങ്ങളുടെ എം പി തന്നെ 2 തവണയായി പ്രതിനിധീകരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ആദിവാസികൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞാൽ അതൊരു കൗതുകകരമായ നിരീക്ഷണമാണ്. ഇനിയിപ്പോൾ അദ്ദേഹം പ്രാതിനിധ്യം നേരത്തെ നടത്തിയിരുന്ന അമേഠിയിലടക്കം എത്രത്തോളം ഈ മേഖലയിലൊക്കെ മുന്നേറ്റം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന കാര്യം വേറെ ചർച്ച ചെയ്യണം. ഞാൻ ചോദിക്കുന്നത്, ഇതൊരു കൃത്യമായ രാഷ്ട്രീയമാണല്ലോ. BJP-ക്കെതിരായിട്ടാണ് ഞങ്ങളുടെ മുന്നേറ്റം എന്നാണ് കോൺഗ്രസ് നിരന്തരമായി പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് റിസ്ക് എലമെന്റ്സ് കൂടുതലുള്ള, അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഒരു സാധ്യതാ പ്രശ്നമുള്ള കർണാടകയിൽ, അവിടെയല്ലേ രാഹുൽ ഗാന്ധി ഓപ്റ്റ് ചെയ്യേണ്ട സ്ഥലം? അവിടെയല്ലേ രാഹുൽ മുന്നിൽ നിന്ന് നയിക്കേണ്ടത്, ആ ചേരിക്കാകെ ആത്മവിശ്വാസം കൊടുക്കേണ്ടത്? ഇവിടെ എന്ത് റിസ്ക് ഉണ്ട് മതേതര ചേരിക്ക്? ആലോചിച്ച് നോക്കൂ ശ്രീ ശൂരനാട് രാജശേഖരൻ. നിശാന്തേ, വളരെ സ്നേഹത്തോടെ പറയട്ടെ, ഞാൻ സംസാരിച്ച് തീർക്കുമ്പോൾ വരെ എനിക്കൊരു സമയം തരണം. ഒന്ന് കൂടുതൽ വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ എം പിമാർ മത്സരിച്ചപ്പോൾ കിട്ടാത്ത ആനുകൂല്യം കിട്ടിയത്, അതിനേക്കാൾ കൂടുതൽ ആനുകൂല്യം താല്പര്യപ്പെടുന്ന ഒരു ആദിവാസി മേഖലയാണ് വയനാടെന്നാണ് ആദ്യം ഞാൻ പറഞ്ഞത്. പൊയ്ക്കോട്ടെ, അത് കിട്ടണം, പൂർണ്ണമായി കിട്ടും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. മൂന്നാമത്തെ കാര്യം, BJP-യുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സ്ഥലത്ത് രാഹുൽ ഗാന്ധി മത്സരിക്കണം എന്നുള്ളത് ശരിയാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നല്ലോ അമേത്തിയിൽ. 2 പ്രാവശ്യക്കാലം സ്മൃതി ഇറാനി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയെ പരാജയപ്പെടുത്തി അധികാരത്തിൽ ജയിച്ചു വന്ന രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴും അവിടെ ഒരു ചോദ്യം പോലുമില്ല. ആരും ഒരു മത്സരത്തിൻ്റെ ഭാഗമില്ല. സ്മൃതി ഇറാനി ഇങ്ങനെ പലതും പറയും, പക്ഷേ അവിടെ ഒരു കാര്യം ആലോചിക്കണം. കോൺഗ്രസ്സിന് മുന്നണി വേണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ പോലും SP-യും BSP-യും അമേത്തിയും 2 മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവിടെ രാഹുലിനൊരു പ്രതിഷേധം വരുന്ന പ്രശ്നമേ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ നല്ല ഭൂരിപക്ഷത്തിലുള്ള. അപ്പോൾ ഒരിടത്ത് BJP-യെ നേരിട്ട് ഇടപെടുക. 2, തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ന്യൂനപക്ഷ സമുദായമുള്ള സ്ഥലത്തിൽ, ഏറ്റവും കൂടുതൽ ആദിവാസിയുള്ള സ്ഥലത്ത് കോൺഗ്രസിൻ്റെ ഭാവി പ്രധാനമന്ത്രി മത്സരിക്കണമെന്നുള്ളത് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണ്. അത് രാഹുൽ ഗാന്ധിയുടെ മാത്രം തീരുമാനമല്ല, കോൺഗ്രസിൻ്റെ AK ആന്റണി അടക്കമുള്ള നേതൃത്വത്തിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിൽ എങ്ങനെയാണ് രാഷ്ട്രീയമില്ലെന്ന് നിങ്ങൾ പറയുന്നത്? ആ തീരുമാനത്തിൽ സാമൂഹ്യ ബന്ധമില്ലെന്ന് എങ്ങനെയാണ് പറയുന്നത്? ആ തീരുമാനത്തിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനാണെന്ന് ഇടതുപക്ഷം ചെയ്യേണ്ട ഒരു മാന്യതയുണ്ട്. CPI അത് ആലോചിക്കുന്നുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. ശരി, ഓക്കെ, ഞാൻ പറയാം താങ്കളിലേക്ക്. ശ്രീ KJ ജേക്കബ്, താങ്കൾ എങ്ങനെയാണ് ഈ തീരുമാനത്തെ കാണുന്നത്? ഇപ്പോൾ ശൂരനാട് രാജശേഖരൻ പറയുന്നു AK ആന്റണിയാണ് സംസ്ഥാനത്തെ PCC-യോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് അത് തീരുമാനമായി എന്ന് തന്നെ മനസ്സിലാക്കണം. ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം ഇത് പറയുന്നത്. ഇപ്പോൾ ഈ കേരളം 2ാമതൊരു സീറ്റ് എന്ന നിലയ്ക്ക് കേരളത്തിലെ വയനാട് പോലെ ഒരു മണ്ഡലം തിരഞ്ഞെടുക്കുന്നു എന്നത് തന്ത്രപരമായി എത്രത്തോളം ശരിയാണ്, അതിലെത്രത്തോളം രാഷ്ട്രീയ ശരിയുണ്ട് എന്നതാണല്ലോ ഇപ്പോൾ ചർച്ച ചെയ്യുന്നൊരു വിഷയം. താങ്കളുടെ ഒരു സമീപനം എന്താണ് അക്കാര്യത്തിൽ? ഇതിൽ നമുക്കിതുവരെ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം ഇതുവരെ വന്നതായിട്ട് നമുക്കറിയില്ല. ഇത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ പിന്നെ ആഘോഷിക്കുന്നുണ്ടെന്നുള്ള സത്യമാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ എവിടെയാണ് മത്സരിക്കുക എന്നുള്ളത് സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്ന് പറയുന്ന പോലെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ എവിടെയാണ് മത്സരിക്കുക എന്നുള്ളത് KPCC തീരുമാനിക്കുന്ന ഒരവസ്ഥ ആണിപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ആക്കി വെച്ചിരിക്കുന്നത്. വരട്ടെ, അത് ദാറ്റ്സ് എ ഡിഫറെന്റ് ഇഷ്യൂ. ഇപ്പം AK ആന്റണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഹൈക്കമാൻഡിന്റെ ഭാഗമാണെന്നാണ് സ്വയം അവകാശപ്പെടുന്നത്. അപ്പോൾ നമുക്കതിനെ കണ്ടസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് രാഷ്ട്രീയം എന്താണെന്ന് നിഷാദ് ചോദിച്ചപ്പോൾ ശ്രീ ശൂരനാട് രാജശേഖരൻ പറഞ്ഞത് കേട്ട്, അദ്ദേഹം രാഷ്ട്രീയമല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് അവിടെ വയനാട്ടിലൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾക്ക് ശരിയാക്കും എന്നുള്ള വർത്തമാനമാണ് പറഞ്ഞത്. അവിടെയാണ് അതിന്റെ പ്രശ്നം. എന്ത് രാഷ്ട്രീയമാണ് കോൺഗ്രസ് ഇതിലൂടെ നൽകുന്നത് എന്നുള്ള ഒരു വലിയ പ്രശ്നമുണ്ട്. സത്യത്തിൽ ശ്രീ ശൂരനാട് രാജശേഖരൻ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ്. അമേഠിയിൽ ഇപ്പോൾ BJP-യുടെ IT സെൽ ഓൾറെഡി പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. രാഹുൽ ഗാന്ധി ഒരു ഭീരുവാണ്. അദ്ദേഹം സൗത്ത് ഇന്ത്യയിൽ എവിടെയോ വയനാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി മത്സരിക്കാൻ വേണ്ടി പോകുന്നു. കോൺഗ്രസ് ഇതുവരെ തോൽക്കാത്ത ഒരു മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കാൻ പോകുന്നു. അദ്ദേഹം സ്മൃതി ഇറാനിയോട് തോൽക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളത്. പക്ഷെ സത്യം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 2018 നടന്ന 10 ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ 9 എണ്ണത്തിൽ BJP MP-മാരായിരുന്നു. അതിൽ 7 എണ്ണത്തിൽ അവർ തോറ്റു.
ഉത്തരേന്ത്യയിലുള്ള എല്ലാ സീറ്റുകളിലും മഹാരാഷ്ട്രയിൽ മാത്രമാണ് ഒരു സീറ്റ് അവർ ജയിച്ചത്. ഈ ഉത്തർപ്രദേശിൽ, പിന്നെ രാജസ്ഥാനിൽ, കർണാടകയിൽ, മഹാരാഷ്ട്രയിൽ ഒക്കെ തെരുതെരെ തോക്കുകയായിരുന്നു BJP. ഉത്തർപ്രദേശിലാണെങ്കിലും ഗോരഖ്പൂരിൽ പിന്നെ യോഗി ആദിത്യനാഥ് എത്രയോ തെരഞ്ഞെടുപ്പുകളിലായി കുത്തേകൊക്കെ വെച്ചിരുന്ന മണ്ഡലത്തിലാണ് BJP ദയനീയമായിട്ട് തോറ്റത്. ആ SP-യും BSP-യും ഇപ്പം അതുകൂടാതെ ഇപ്പം കോൺഗ്രസിനോട് കൂടി കഴിയുമ്പോൾ അമേത്തിയിൽ രാഹുൽ ഗാന്ധിക്ക് സത്യത്തിൽ ഒരു എതിർപ്പുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. അതായത് ഞാൻ അദ്ദേഹത്തോട് സമ്മതിക്കുന്നു. അദ്ദേഹം അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ മത്സരിക്കേണ്ടത് എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് കോൺഗ്രസ്സുകാരാണ് ഉത്തരം പറയേണ്ടത്, നമ്മളല്ല ഉത്തരം പറയേണ്ടത്. ഇടതുപക്ഷത്തോടാണോ കോൺഗ്രസിന്റെ മത്സരം? ആണോ? ഇടതുപക്ഷത്തോടാണോ കോൺഗ്രസ് ഇനി മത്സരിക്കാൻ വേണ്ടി പോകുന്നത്? ഇടതുപക്ഷ നയങ്ങളോടാണോ കോൺഗ്രസ് മത്സരിക്കാൻ പോകുന്നത്? ഞാൻ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ മുഴുവൻ അദ്ദേഹം പറയുന്നത് മുഴുവൻ ക്രോണി ക്യാപിറ്റലിസ്റ്റിനെതിരെ BJP നടത്തുന്ന അതിഭീകരമായ നവലിബറൽ നയങ്ങൾക്കെതിരെ, സർക്കാരിന്റെ പണം നാട്ടുകാർക്ക് കൊടുക്കുന്നതിനെതിരെ, പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ വ്യവസായികളും നാടിന്റെ പണം അടിച്ചു മാറ്റുന്നതിനെതിരെ, ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിരിക്കുന്നത്. ആ പ്രസംഗം നടത്തുന്ന രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ കൊണ്ടുവന്നാണോ മത്സരിപ്പിക്കേണ്ടത് എന്നുള്ള രാഷ്ട്രീയ ചോദ്യത്തിനാണ് നമ്മൾ ഉത്തരം തരേണ്ടത്. വയനാട്ടിലെ ആദിവാസികൾക്ക് വികസനം വേണമെന്നുള്ള കാര്യത്തിലോ വയനാട്ടിലെ ന്യൂനപക്ഷങ്ങൾക്ക് നീതി കിട്ടണമെന്നുള്ള കാര്യത്തിലോ കോൺഗ്രസുകാരുമായിട്ട് നമുക്ക് യാതൊരു ഫൈറ്റും ഇല്ല. അത് കോൺഗ്രസിന്റെ 2 പ്രാവശ്യത്തെ MLA-യും വളരെ കാലമായിട്ട് ആ ഭാഗത്തെ പിന്നെ പാർലമെന്റിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസുകാർക്കും പറ്റിയിട്ടില്ല. എങ്കിൽ രാഹുൽ ഗാന്ധി വന്നിട്ട് അത് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല കാര്യം, നമുക്ക് അതിൽ അവരോട് പരാതിയില്ല. പക്ഷേ രാഷ്ട്രീയ പ്രശ്നം ബാക്കിയാവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതുപോലെ ഇടതുപക്ഷമാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട എതിരാളി എന്നുള്ള ഒരു മെസ്സേജാണ് കോൺഗ്രസ് കൊടുക്കുന്നെങ്കിൽ ആ രാഷ്ട്രീയം എന്ത് എന്നുള്ളത് കോൺഗ്രസ്സുകാർ തന്നെ വിശദീകരിക്കായിരിക്കും ഭേദം. ഓക്കെ, അതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമായി തന്നെ മുൻപിലുണ്ട്. P. പ്രസാദ്, നിങ്ങളുടെ സ്ഥാനാർത്ഥിയാണല്ലോ അവിടെ മത്സരിക്കുന്നത്. ഇവിടെ രാഹുൽ ഗാന്ധി വരികയാണ്. രാഹുൽ ഗാന്ധി വരുമ്പോൾ അദ്ദേഹം ഈ നാട്ടിലെ ആകെ മതേതര ചേരിയുടെ വലിയ ഒരു പ്രതീക്ഷാ ഗോപുരം എന്ന നിലയ്ക്ക് കൂടി അവതരിപ്പിക്കപ്പെടുന്ന ആളാണല്ലോ. അദ്ദേഹം വരിക എന്നത് നാട്ടിലാകെ ഒരു രാഹുൽ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് തരംഗമുണ്ടാക്കാൻ തക്ക ശേഷിയുള്ളവയായിരിക്കും. അതിനകത്തൊരു പക്ഷേ നിങ്ങളുടെ ഇപ്പോൾ സ്വീകരിച്ചു പോരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആക്രമണ ശൈലി പോലും നിങ്ങൾക്ക് തിരുത്തേണ്ടി വരും. കാരണം രാഹുൽ വരുന്നതോടെ രാഹുലിനെ നേരിട്ട് പല വിധത്തിലും ആക്രമിക്കാൻ കഴിയാത്ത പരിമിതാവസ്ഥയിൽ പോലും നിങ്ങൾ ചെന്ന് കുടുങ്ങിയേക്കാം. അപ്പോൾ രാഹുലിൻ്റെ വരവിനെ എങ്ങനെയാണ് കാണുന്നത്? ഇതിലെ ഈ പറയുന്ന ശരിരാഷ്ട്രീയം എന്നത് ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നതിലായിരിക്കുമോ ഊന്നൽ? അതോ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി ആകെ മാറ്റേണ്ടതിലേക്ക് കാര്യങ്ങൾ എത്തുമോ? തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ എല്ലാ കാലത്തും ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ് മാറുന്നത്. ചർച്ച ചെയ്യപ്പെടുന്നത് ഏറ്റവും സുപ്രധാനമായ രാഷ്ട്രീയ വിഷയം തന്നെയാണ്. സ്ഥാനാർത്ഥി ഒരു നിമിത്തം മാത്രമാണ്. രാഹുൽ ഗാന്ധി അല്ല, ആര് വയനാട്ടിൽ വന്നാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും രാഷ്ട്രീയം ഉയർത്തി തന്നെയായിരിക്കും മത്സരിക്കാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കുമ്പോൾ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തത്. എന്ത് രാഷ്ട്രീയമാണ് ഉയർത്തിപ്പിടിക്കുന്നത് കോൺഗ്രസ് അവിടെ? രാജ്യത്ത് ആരോടാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്? ആരധികാരത്തിൽ വരരുതെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്? BJPക്ക് എതിരായി നരേന്ദ്രമോദി ഒരു കാരണവശാലും ഇനി അധികാരത്തിൽ വരരുത് എന്ന് ആത്മാർത്ഥതയോടെ ആഗ്രഹിച്ച് രംഗത്തേക്കിറങ്ങുന്നു എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മത്സരിക്കേണ്ടത് BJPയോടാണോ ഇടതുപക്ഷത്തോടാണോ എന്ന് ആലോചിച്ച് നോക്കുക. ശക്തമായ BJP വിരുദ്ധ വികാരത്തെ ആളിക്കത്തിച്ച് അധികാരം പിടിച്ചെടുക്കാൻ പാകത്തിൽ MPമാരെ സൃഷ്ടിക്കാനാണ് എങ്കിൽ 28 സീറ്റുകളുള്ള കർണാടകത്തിൽ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ നിർത്തി മത്സരിപ്പിക്കാൻ കഴിയാതെ പോകുന്നത്? ഞാൻ 26 സീറ്റുള്ള ഗുജറാത്തിൽ നരേന്ദ്രമോദിക്കെതിരായിട്ട് പോയി മത്സരിച്ചുകൂടെ എന്നും ചോദിക്കുക. ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാനാണ് എങ്കിൽ ഗുജറാത്ത് നമുക്ക് വിടാം, നമുക്ക് കർണാടകത്തിൽ എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല? അപ്പോൾ എന്ത് മുദ്രാവാക്യത്തെയാണ്, എന്ത് രാഷ്ട്രീയത്തെയാണ് രാജീവ് ഗാന്ധി എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റിൻ്റെ മത്സരത്തിലൂടെ ഇന്ത്യയൊട്ടാകെ പ്രവഹിപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. BJPക്കെതിരായി ശക്തമായൊരു ഫൈറ്റ് കൊണ്ടുവരേണ്ടയിടത്ത്, മതനിരപേക്ഷതയ്ക്ക് അനുകൂലമായി ജനതയെ കൊണ്ടുവരേണ്ടയിടത്ത്, വർഗീയതയ്ക്കെതിരായി ആളുകളെ ഒന്നിപ്പിക്കേണ്ടയിടത്ത് നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ചൗക്കീദാറിനെതിരെ നാഴികയ്ക്ക് 40 വട്ടം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കേണ്ടത് BJPക്കെതിരായിട്ടായിരുന്നു. BJPക്ക് ഒരു സ്ഥാനാർത്ഥി പോലും ഇല്ലാത്ത വയനാട്ടിൽ BJP ഇപ്പോൾ സഖ്യകക്ഷികൾക്ക് നീക്കി നോക്കുമ്പോൾ BDJS ആണ് അവിടെ മത്സരിക്കുന്ന ആലോചിക്കുക. BJPയോട് നേരിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ജാഗ്രതയും തൻ്റെ ഇടവും കാണിക്കേണ്ടടുത്ത് അത് കാണിക്കാണ്ട് ഇത്തരം രാഷ്ട്രീയ ഗിമ്മിക്കുകൾ ആരെ സഹായിക്കാനും ഉപകരിക്കുക എന്നാണ് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കേണ്ടതും വിശദീകരിക്കേണ്ടതും. ശൂരനാട് രാജശേഖരൻ നല്ലവണ്ണം ഒരുപാട് സ്വപ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു. വയനാട് ആദിവാസികളുടെ വലിയ മേഖലയാണ്. ആദരണീയനായ ശൂരനാട് രാജശേഖരൻ, വയനാടിനേക്കാൾ വലിയ ആദിവാസി മേഖല ഇന്ത്യയിലുണ്ട്. നർമ്മദാ തടത്തിലെ ആദിവാസികളുടെ ജനതയുടെ ജീവിതത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഒന്ന് ബോധ്യപ്പെടും എങ്കിൽ മഹാരാഷ്ട്രയിൽ മത്സരിക്കാമായിരുന്നു, മധ്യപ്രദേശിൽ മത്സരിക്കാമായിരുന്നു,
ആദിവാസികളുടെ ആ ഭാഷ, ഒരു ഹിന്ദിയൊക്കെ ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിയുന്ന ആദിവാസികൾ അധിവസിക്കുന്ന മേഖലയാണ് ഈ നർമ്മദാ തടം, മഹാരാഷ്ട്രയും മധ്യപ്രദേശും എല്ലാം ഉൾക്കണം. അപ്പോൾ ശരിയായ രാഷ്ട്രീയത്തിന്റെ വഴിയിലൂടെ നടക്കാതെ ജയിക്കുമെന്ന് ഉറപ്പ് മാത്രമുള്ള ഒരു സീറ്റ് തെരഞ്ഞെടുത്തതിനകത്ത് രാഷ്ട്രീയ പ്രശ്നമുണ്ട് എന്നാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. റഷീദുദ്ദീൻ, ഇവിടെ ഇപ്പോൾ BJP IT സെൽ പ്രചരിപ്പിക്കുന്ന ഒന്ന്, സ്മൃതി ഇറാനി അടക്കമുള്ള ആളുകൾ പറയുന്ന ഒന്ന്, പരാജയ ഭീതി മൂലം കേരളത്തിലെ ജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സീറ്റിലേക്ക് രാഹുൽ ഓടി ഒളിക്കുന്നു എന്നതാണ്. അമേഠിയിൽ രാഹുൽ ജയിക്കുമെന്ന് അവകാശപ്പെടുന്നവരുണ്ട്, തോൽവി അദ്ദേഹത്തിന് ഭയപ്പെടുന്നുണ്ട് അദ്ദേഹം എന്ന് പറയുന്നവരുമുണ്ട്. വസ്തുതാപരമായ ഒരു പരിശോധനയിൽ രാഹുലിന് ഭയപ്പെടേണ്ട തരത്തിലുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ് അമേഠിയിൽ ഇത്തവണ വർക്ക് ചെയ്യുന്നുണ്ടോ? പ്രത്യേകിച്ച് ഈ BSP അടക്കമുള്ളവരുടെ താല്പര്യങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നതിൽ ആശങ്കയുണ്ട്. അതുകൊണ്ട് ജയിക്കുമെന്ന് 100% ഉറപ്പുള്ള ഒരു സീറ്റ് തെരഞ്ഞെടുക്കേണ്ട അനിവാര്യത രാഹുലിന് മുൻപിലുണ്ട് എന്ന് വിചാരിക്കുന്നു താങ്കൾ? നിഷാദ്, അങ്ങനെ ഒരു അനിവാര്യതയൊന്നും തീർച്ചയായിട്ടും ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധിയുടെ മുമ്പിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ അമേഠിയിലെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളും രാഹുൽ ഗാന്ധി മത്സരിച്ചത് പോയി റിപ്പോർട്ട് ചെയ്തതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇപ്പോൾ സ്മൃതി ഇറാനി നരേന്ദ്രമോദിയുടെ തരംഗമുണ്ട് എന്ന് ദേശീയ മാധ്യമങ്ങളുടനീളം വിലയിരുത്തിയ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1 ലക്ഷത്തിലധികം വോട്ടിന് തോറ്റ മണ്ഡലമാണ് അമേഠി. അവിടെ ബഹുജൻ സമാജ് പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു, ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. എങ്ങനെയെല്ലാം ഉണ്ടായിട്ട് കൂടി രാഹുൽ ഗാന്ധി 1 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് അവിടെ മത്സരിച്ച് ജയിക്കാനുണ്ടായത്. പക്ഷെ അന്നത്തെ രാഹുൽ ഗാന്ധിയെ മാധ്യമങ്ങളും അതുപോലെ ടെലിവിഷൻ ചാനലുകളും ഒക്കെ ഒരു പപ്പുവായി ചിത്രീകരിച്ചിരുന്ന രാഹുൽ ഗാന്ധി അല്ല ഇന്ന് തെരഞ്ഞെടുപ്പ് നേരിടാൻ വേണ്ടി അല്ലെങ്കിൽ കോൺഗ്രസിനെ ഇന്ത്യയിലുടനീളം വിവിധ സംസ്ഥാനങ്ങളിൽ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹം അവിടെ സ്വീകരിക്കാനിടയുള്ള അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ഭയപ്പെടുന്ന ഘടകങ്ങളോ പാർട്ടി വളർച്ചയുമായി ബന്ധപ്പെട്ട ചില സമവാക്യങ്ങളോ ഒക്കെ വേറെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ കേരളത്തിലെ ഇടതുപക്ഷം ഇപ്പൊ അദ്ദേഹത്തെ കുറ്റം പറയുന്നുണ്ട്. എന്നാൽ ഒരു സമയത്ത് ഇടതുപക്ഷവുമായി കൂടിച്ചേർന്നുകൊണ്ട് ഇന്ത്യയിലുടനീളം ഒരു മതേതര സഖ്യം ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷക്കാരാണ് അതിനെ ഏറ്റവും കൂടുതൽ ശക്തിയായിട്ട് എതിർത്തത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടി വലുതാവണം എന്നതിലപ്പുറം ഒരു മതേതര താല്പര്യമൊന്നും ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇതേ ഒരു യാർഡ് സ്റ്റിക്ക് വെച്ചുകൊണ്ട് തിരിച്ചാലോചിക്കുകയാണെങ്കിൽ കോൺഗ്രസ് ചിന്തിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ മാത്രമാണ് ഇപ്പം മതേതര പാർട്ടികൾ അല്ലെങ്കിൽ മതേതരത്വം എന്ന് പറയുന്ന ആശയത്തിന് അല്പമെങ്കിലും വളക്കൂറുള്ള കുറച്ച് സംസ്ഥാനങ്ങൾ ബാക്കിയുള്ളതെന്നാണ്. അപ്പൊ അവിടെ നിന്ന് പരമാവധി സീറ്റുകൾ കോൺഗ്രസ് പിടിക്കുക, കേരളത്തിൽ നിന്ന് മാക്സിമം കിട്ടുന്ന സീറ്റുകൾ പിടിക്കുക, അതിന് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഗുണകരമാവുമെങ്കിൽ ആ രീതിയിൽ രാഹുൽ ഗാന്ധി ഇവിടെ എവിടെയെങ്കിലും മത്സരിക്കുക. ഇപ്പൊ കോൺഗ്രസ്സുകാർ പോലും പറയുന്ന പല ന്യായങ്ങളും വളരെ വിചിത്രമായിട്ട് തോന്നുന്നുണ്ട്. ഈ കേരളത്തിന്റെയും കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും ഒക്കെ ഒരു മൂലയാണ് നോക്കുക. അങ്ങനെയാണെങ്കിൽ അത് ഗുണ്ടൽപേട്ട ആവാമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഗൂഡല്ലൂരോ പന്തലൂരോ ആവും. അങ്ങനെ ഒരുപാട് മണ്ഡലങ്ങൾ ഈ ചുറ്റുപാട് പ്രദേശത്തൊക്കെ ആയിട്ട് അങ്ങനെയുണ്ട്. അതൊന്നും അല്ല. കോൺഗ്രസ് വളരെ കൃത്യമായി അവരുടെ പാർട്ടിയുടെ സീറ്റുകൾ പരമാവധി വർദ്ധിപ്പിക്കാൻ കർണാടകയേക്കാൾ കൂടുതൽ സാധ്യത ഒരുപക്ഷെ കേരളത്തിലാണെന്ന് അവർക്ക് തോന്നിയിട്ടാണോ മത്സരിക്കുന്നത് എനിക്കറിയില്ല. എങ്കിൽ പോലും ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയാത്ത ചില ഘടകങ്ങൾ അതിൽ വരുന്നത്, ഒന്ന്, അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്ന കാര്യം തന്നെയാണ് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഇപ്പൊ ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അമേഠിയിൽ ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുകയാണെങ്കിലോ ഇപ്പോഴത്തെ ചിത്രം മാറിപ്പോകും. കാരണം പ്രിയങ്ക ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു സമവാക്യമുണ്ട്. ആ സമവാക്യത്തിനെതിരെ നിൽക്കുന്ന ചില ഘടകങ്ങളെ ഇല്ലാതാക്കാനുള്ള ഒരു സാധ്യത അവിടെ വരുന്നുണ്ട്. ഇതെന്താന്ന് ഞാനൊന്ന് വിശദീകരിക്കട്ടെ, ഒരു ചെറിയ സമയം എനിക്ക് തരണം. ബഹുജൻ സമാജ് പാർട്ടിയുടെ വോട്ട് ബാങ്ക് യഥാർത്ഥത്തിൽ കോൺഗ്രസ് 1992 ബാബരി മസ്ജിദ് സംഭവത്തിന് ശേഷം കോൺഗ്രസിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ദളിത് വോട്ട് ബാങ്കാണ്. ആ ദളിത് വോട്ട് ബാങ്കിനെ അതിസമർത്ഥമായി സമീപകാലത്ത് പിടിച്ചെടുക്കുന്നത് BJP ആയിരുന്നുവെങ്കിൽ ഇപ്പൊ പുതിയൊരു ഫാക്ടറി UPയിൽ ഉദയം ചെയ്തിട്ടുണ്ട്. അതാണ് ചന്ദ്രശേഖർ റാവൺ. ചന്ദ്രശേഖർ റാവൺ എന്ന് പറയുന്നത് അദ്ദേഹം സഹാരൻപൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന നീക്കങ്ങൾ ആ മേഖലയിലെ ജാട്ടോവ് ബെൽറ്റിൽ, മായാവതിയുടെ അതേ സമുദായക്കാരനാണ് ചന്ദ്രശേഖർ റാവൺ. ആ ജാട്ടോവ് ബെൽറ്റിൽ അദ്ദേഹം ഉണ്ടാക്കിയ സ്വാധീനം മായാവതിയെ വലിയൊരളവിൽ സംസ്ഥാനത്ത് ദുർബലമാക്കുന്നുണ്ട്. അപ്പൊ മായാവതിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ അദ്ദേഹം മീറത്തിൽ ആശുപത്രിയിൽ കിടന്ന ദിവസങ്ങളിൽ, അതായത് ഹുങ്കാർ റാലി ഡൽഹിയിൽ നടക്കുന്നതിന്റെ തലേ ദിവസം പ്രിയങ്ക ഗാന്ധി മീറത്തിലെ ആശുപത്രിയിൽ പോയിട്ട് ചന്ദ്രശേഖർ റാവണിനെ കാണുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൂടിക്കാഴ്ച നടന്നതിന്റെ തൊട്ടടുത്ത മണിക്കൂറിൽ അഖിലേഷ് യാദവും മായാവതിയും വളരെ പെട്ടെന്ന് അടിയന്തരമായ ഒരു യോഗം വിളിച്ച് ലക്നൌവിൽ വിളിച്ചു ചേർക്കുകയും 1 മണിക്കൂറിലേറെ സമയം ഇരുവരും രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു.
നമുക്ക് ചില സോഴ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ഈ നീക്കം, അതായത് ചന്ദ്രശേഖർ റാവുണുമായി പ്രിയങ്ക നടത്തിയ നീക്കം ഒരു രാഷ്ട്രീയ നീക്കമായി യു പിയിൽ മാറുകയാണെങ്കിൽ തീർച്ചയായും മായാവതിയെ നിരവധി മണ്ഡലങ്ങളിൽ അത് ബാധിക്കും. കോൺഗ്രസിന് ജയിച്ചില്ലെങ്കിൽ പോലും കോൺഗ്രസിന്റെ വോട്ടിംഗ് ശതമാനത്തിൽ കാര്യമായ മാറ്റം ഉണ്ടാവും. അങ്ങനെ വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മായാവതി അമേഠിയിൽ മായാവതിയും അഖിലേഷും ഇപ്പൊ കോൺഗ്രസിന് വേണ്ടി ഒഴിച്ചിട്ട സീറ്റിലെ പിന്തുണ പിൻവലിക്കുന്ന കാര്യം വരെ ആലോചിച്ചതായാണ് ചില സോഴ്സുകൾ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സാഹചര്യം, അതായത് പ്രിയങ്ക ഗാന്ധി അവിടെ നിർത്തുക, മായാവതിക്ക് എതിർക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട്. ഇങ്ങനെയെല്ലാം കോൺഗ്രസ് ചിന്തിച്ച് നടത്തുന്ന നീക്കമാണോ എന്നൊന്നും പറയാൻ, എല്ലാത്തിനും ഉപരി വയനാട്ടിൽ ഇദ്ദേഹം മത്സരിക്കുമോ എന്ന കാര്യം പോലും ഇപ്പോഴും വ്യക്തമല്ല. ഇന്ന് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട 3 നേതാക്കളെങ്കിലും ദേശീയ തലത്തിൽ വാർത്താ സമ്മേളനം വിളിച്ചപ്പോഴോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചപ്പോഴോ നിലനിൽക്കുന്നുണ്ട് എന്നത് മാത്രവുമല്ല, ഇതിൽ മറ്റു ചില ഘടകങ്ങൾ കൂടി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാൻ വരാം ഇതിലേക്ക്. രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരാനുള്ള തീരുമാനം അന്തിമമായി എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ എന്തു മാറ്റമാണ് ഉണ്ടാവുക എന്താണ് ഈ നമുക്ക് നോക്കേണ്ടത് വിഷയം. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ കെ ജെ ജേക്കബ്, ഇപ്പോൾ അദ്ദേഹം വരുന്നതിന്റെ രാഷ്ട്രീയ പ്രശ്നങ്ങളെ മാറ്റി നിർത്തിയാൽ രാഹുൽ ഗാന്ധി സംസ്ഥാനത്ത് മത്സരിക്കാൻ ഒരു തീരുമാനം എടുക്കുമെന്ന് വിചാരിക്കുക. അങ്ങനെ വന്നാൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ആകെ ഒരു സമൂലമായ മാറ്റം വരുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഇപ്പം നോക്കൂ, ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് നിർണായകമായ സ്വാധീനമുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഒരു മേഖലയാണല്ലോ. രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ നേരിട്ട് മത്സരിക്കാൻ വരിക എന്നത് UDFന് വലിയ അനുഗുണമായ സാഹചര്യം ഉണ്ടാക്കിയെടുക്കും എന്ന് വിചാരിക്കുന്നുണ്ടോ? മറ്റൊന്ന്, ഇടതുപക്ഷം എപ്പോഴും പറയുന്ന ഒന്ന്, ഏറ്റവും വിശ്വസിക്കാൻ കഴിയുക ഞങ്ങളെയാണ്, കോൺഗ്രസ്സുകാരെ നിങ്ങൾ വിശ്വസിക്കരുത് എന്നാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം തന്നെ. അതിനെ ഡൈല്യൂട്ട് ചെയ്ത് കളയാൻ ശേഷിയുള്ളതാണോ രാഹുലിൻ്റെ കേരളത്തിലെ സ്ഥാനാർത്ഥിത്വം? ഞാൻ കയ്യേക്കിലേക്ക് വരാം. CP പ്രസാദ്, ഞാൻ ആ ചോദ്യം ആവർത്തിക്കുകയാണ്. ഇവിടെ രാഹുൽ ഗാന്ധി വരിക എന്നത്, ഇപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയാക്കപ്പെടുമെന്ന് മതേതര ചേരിക്കൊപ്പം നിൽക്കുന്ന ആളുകൾ മുഴുവൻ വിശ്വസിക്കുന്ന ഒരാളാണല്ലോ. അദ്ദേഹം നേരിട്ട് കേരളത്തിൽ വന്ന് മത്സരിക്കുക എന്നത് അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലത്തിന് പുറത്തേക്കും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന ഭീതി നിങ്ങൾക്ക് സത്യത്തിലില്ലേ? ഇല്ല, ഒരു ഭീതിയുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധി മത്സരിക്കുകയായിരുന്നുവെങ്കിൽ BJPയോട് നേരിട്ടായിരുന്നു മത്സരിക്കേണ്ടിയിരുന്നത്. BJPക്ക് ഒരു MP പോലും സൃഷ്ടിക്കാൻ കഴിയാത്ത കേരളത്തിൽ BJP ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും വലിയൊരു നിർണായകമായ ശക്തിയായി മത്സരരംഗത്ത് നിൽക്കാത്ത, അല്ലെങ്കിൽ ജയിക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത കേരളത്തിലല്ല രാഹുൽ ഗാന്ധിയെപ്പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് വന്ന് ഒരു മത്സരം സൃഷ്ടിച്ചെടുക്കേണ്ടത്. പകരം ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുമ്പോൾ ആ രാഷ്ട്രീയത്തിൻ്റെ അന്തസത്തയെ ചോർത്തിക്കളയുകയാണ്. ഇനി 2 ഇടത്ത് മത്സരിക്കുമോ 3 ഇടത്ത് മത്സരിക്കുമോ, 543 മണ്ഡലങ്ങൾ വേണമെങ്കിലും ആർക്കും മത്സരിക്കാം. വോട്ടർമാരെ മറ്റുള്ളവർക്ക് ഇറക്കിക്കൊണ്ടുവരാൻ കഴിയില്ല. സ്ഥാനാർത്ഥി നമുക്ക് എങ്ങോട്ടെങ്കിലും മാറ്റിക്കൊണ്ടുവരാം. വോട്ടർമാരെ അടുത്ത് നോക്കുമ്പോൾ ജനാധിപത്യത്തിൽ ഏറ്റവും പ്രമുഖമായ വികസനത്തിൻ്റെയും മറ്റും കാര്യം പറയുമ്പോൾ ജനങ്ങൾക്ക് സംവദിക്കാൻ കഴിയുന്ന, അവൻ്റെ കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധി ഉണ്ടാവുക എന്നതുകൂടി ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. വയനാട് വളരെ പിന്നണിയിലേക്ക് പോയത്. അതിലെ സൂക്ഷ്മ രാഷ്ട്രീയം, CP പ്രസാദ്, അതിലെ സൂക്ഷ്മ രാഷ്ട്രീയം നമുക്ക് പറയാം, അത് പറയുക തന്നെ വേണം, അതൊരു തർക്കവുമില്ല, അതിനൊരു ഗൗരവക്കുറവുമില്ല. പക്ഷേ ഇവിടെ ഇത് ഏറ്റവും പ്രസക്തമാകുന്നത്, കേരളത്തിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഏറ്റവും പ്രസക്തമാകുന്നതിൽ നരേന്ദ്രമോദിയും ഒപ്പം എതിർ നിൽക്കുന്നവരും എന്ന നിലക്ക് തന്നെയാണല്ലോ. ആ എതിർചേരിയുടെ നായകത്വം ഇപ്പോൾ നമുക്ക് കൽപ്പിച്ച് നൽകാൻ കഴിയുന്ന രാഹുലിനുമാണ്. ആ രാഹുൽ നേരിട്ട് കേരളത്തിൽ വരിക എന്നത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഓളമുണ്ടല്ലോ, അത് സത്യത്തിൽ UDFന് അനുഗുണമായി പ്രവർത്തിക്കും എന്നതല്ലേ അതിനകത്തെ ഒരു സത്യം. അതിനകത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ആളുകൾക്ക് രാഹുൽ ഗാന്ധി എന്ന ആൾ നേരിട്ട് വരികയാണ് കേരളം പോലെ ഒരു സ്റ്റേറ്റിൽ, അതിൻ്റെ ഒരു ആനുകൂല്യം ആർക്കാണ് കിട്ടുക? അതിൻ്റെ ആനുകൂല്യം കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓളം സൃഷ്ടിക്കേണ്ടത് എവിടെയാണ്? ഈ ഓളം സൃഷ്ടിക്കേണ്ടത് കേരളത്തിലല്ലല്ലോ. BJPക്കെതിരെ ശക്തമായ ഒരു ഫൈറ്റ് സൃഷ്ടിച്ചെടുക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസിന് കഴിയാതെ പോകുന്നു? കേരളത്തിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നതിൽ, വർഗീയതയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നതിൽ ഏറ്റവും മുന്നണിയിൽ നിൽക്കുന്നത് ഇടതുപക്ഷം തന്നെയാണ്. ആ ഇടതുപക്ഷം യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഈ തെരഞ്ഞെടുപ്പിൽ മുമ്പോട്ടേക്ക് പോകാൻ കഴിയും. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് മാറ്റുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നതൊക്കെ ശ്രീ സൂര്യനാട് രാജശേഖരൻ പറഞ്ഞു. സ്വപ്നം കാണാൻ അദ്ദേഹത്തിന് നിങ്ങൾക്ക് അക്കാര്യത്തിൽ ഒരു വലിയ മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ശ്രീ കെ ജെ ജേക്കബ്, ഞാൻ നേരത്തെ ചോദിച്ചത്, ഇവിടെ നിന്ന് ജയിച്ചു പോകുന്ന കോൺഗ്രസ്സുകാരെല്ലാവരും രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുമെന്ന് എന്തുറപ്പ് എന്ന ചോദ്യമാണ് മതേതര സ്വഭാവമുള്ള വോട്ട് ബാങ്കിനോട് ഇടതുപക്ഷം ചോദിക്കുന്നത്. ആ ചോദ്യം ഡൈല്യൂട്ടായി പോകുമെന്ന പ്രശ്നം ഇടതുപക്ഷത്തിന് മുൻപിൽ ഇപ്പോഴുണ്ടോ? കാരണം രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് മത്സരരംഗത്ത് കേരളത്തിലുണ്ട് എന്നിരിക്കെ അത്തരമൊരു ചോദ്യം അടക്കം ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു പരിമിതാവസ്ഥയിൽ കുടുങ്ങുമോ LDF? ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം അതായതുകൊണ്ടും 3 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് കോൺഗ്രസ് BJPക്ക് എതിരായിട്ടുള്ള ഏറ്റവും വലിയൊരു ഫൈറ്റിംഗ് ഫോഴ്സായിട്ട് മാറുകയും ചെയ്യുന്നത് കൊണ്ട്
കോൺഗ്രസിലേക്ക് അഡ്വാൻറ്റേജ് ആയി. ആ അഡ്വാൻറ്റേജ് കേരളത്തിൽ ഇല്ലാതാക്കിയത് കോൺഗ്രസുകാരാണ്. അതെങ്ങനെ അവർ ഇല്ലാതാക്കിയെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങൾ ചോദിച്ച അതേ ചോദിച്ച കേരളത്തിൽ നിന്ന് പോകുന്ന കോൺഗ്രസുകാർ കേന്ദ്രത്തിലെത്തുമ്പോൾ കോൺഗ്രസുകാരായിരിക്കും എന്നുള്ള ചോദ്യത്തിന് ആ ചോദ്യം നാട്ടുകാരെ കൊണ്ട് ചോദിച്ചത് കോൺഗ്രസുകാരാണ്. കാരണം ടോം അടക്കൻ എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ വക്താവായിരുന്ന ആളുകൾ BJP കിട്ടും. KV തോമസ് എന്ന് പറയുന്ന 50 വർഷം രാഷ്ട്രീയത്തിൽ കൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയം കൊണ്ടുവരുന്ന പലവട്ടം പലവട്ടം ലോക്സഭയിലുണ്ടായിരുന്ന നിയമസഭയിലുണ്ടായിരുന്ന പലവട്ടം മന്ത്രിയായിരുന്ന രാഷ്ട്രീയ നേതാവ് നിങ്ങൾ BJPയിൽ പോകുമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഉത്തരവില്ലാതെ എന്നെ ആരും കോൺടാക്ട് ചെയ്യുന്നില്ല എന്ന് ഒരു ആവശ്യമില്ല പറയുന്ന രീതിയിലേക്ക് വളർന്നു. PC വേണുഗോപാലിനെ പോലെ കോൺഗ്രസിന്റെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് ഏത് സ്ഥാനത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ക്ലാസ് മത്സരിക്കുന്നില്ല എന്നതാണ്. ഇങ്ങനെ കേരളത്തിലെ കോൺഗ്രസുകാരുടെ നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞു കേരളത്തിലെ മതനിരപേക്ഷ ശക്തികൾ UDF വോട്ട് ചെയ്യാനായിട്ട് മനുഷ്യരുടെ മനസ്സിൽ സംശയം ഉണ്ടാക്കിയത് കോൺഗ്രസ് തന്നെ. ആ സംശയം ഒരു പരിധി വരെ മാറ്റാൻ രാഹുൽ ഗാന്ധി സംശയം ഉണ്ടാക്കിയത് കോൺഗ്രസ് തന്നെയാണ്. ആ സംശയം അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിന്റെ ഒപ്പം ഈ സ്ഥാനാർത്ഥികളൊക്കെ നിറഞ്ഞു നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് തന്നെ അതായത് നേരത്തെ ഉണ്ടായിരുന്നതും എന്നാൽ UDF കളഞ്ഞു കുളിച്ചതുമായ ഒരു അഡ്വാൻറ്റേജ് തിരിച്ചെടുക്കാൻ ഒരു സാധ്യതയില്ലാതിരുന്ന കോൺഗ്രസിന്റെയും ഇടതുപക്ഷ സർക്കാരുകളുടെയും സാമ്പത്തിക നയങ്ങളെ കുറിച്ചുള്ള ചർച്ച കേരളത്തിൽ പുതുതായി തുടർന്നു. കാരണം ഇടതുപക്ഷത്തോട് പറഞ്ഞെടുക്കുന്ന ഒരു അവസ്ഥ വരും. കാരണം എന്തിനാണ് നിങ്ങൾ കോൺഗ്രസ് എതിർക്കുന്നത്, എന്തിനാണ് നിങ്ങൾ രാഹുൽ ഗാന്ധി എതിർക്കുന്നത് ചോദിച്ചത് ഇടതുപക്ഷത്തിന് ഉത്തരം പറഞ്ഞെടുത്തു. അപ്പോൾ ഞങ്ങൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം പറയേണ്ടി വരും. അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്ന ടോണി ക്യാപിറ്റലിസവും ഈ പൊതുസ്വത്ത് കൊള്ളയടിക്കുന്ന പരിപാടി ആരാണ് തുടങ്ങി വെച്ചത് എന്നുള്ള രാഷ്ട്രീയം ഇടതുപക്ഷം വീണ്ടും പറയേണ്ടി വരും. അത് ഗംഭീരമായിട്ടുള്ള അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇടതുപക്ഷം ഈ കാര്യത്തിൽ കൂടുതൽ ഒരു ഓഡിറ്റിംഗ് സ്വഭാവത്തിലേക്ക് പോകും കോൺഗ്രസിനെ സമീപിക്കുന്നതിൽ എന്നതാണ് ശൂരനാട് രാജശേഖരൻ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രാഹുൽ ഗാന്ധി വരുന്നു പ്രധാനപ്പെട്ട എതിരാളിയായി ഇടതുപക്ഷത്തെ കണ്ടുകൊണ്ട് എന്നതാണല്ലോ. അതായത് ഇടതുപക്ഷത്തെ രാഹുൽ ഗാന്ധി വരുന്നതോടെ 20 നിങ്ങൾ ജയിക്കുമെന്ന ആത്മവിശ്വാസമാണ് നിങ്ങൾക്കുള്ളത്. ആ അലയൊലിയിൽ അതായത് ഇടതുപക്ഷത്തെ നിഷ്കാസനം ചെയ്യുക എന്നത് BJPക്കൊപ്പം ഇടതുപക്ഷത്തെയും ഇല്ലാതാക്കുക എന്നത് ഞങ്ങളുടെ പദ്ധതിയാണെന്ന് അംഗീകരിക്കണമല്ലോ അദ്ദേഹം ഇവിടെ ഇടതുപക്ഷത്തിന് കൂടി പ്രാമുഖ്യമുള്ള ഒരു സ്ഥലത്ത് മത്സരിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ. അങ്ങനെ ഇടതുപക്ഷത്തെ ശത്രുവായി കാണുമ്പോൾ രാഹുലിനെയും രാഹുലിൻ്റെ പാർട്ടിയെയും അതിൻ്റെ ചരിത്രത്തെയും കൂടുതൽ ആഴത്തിൽ ഓഡിറ്റ് ചെയ്യാൻ ഇടതുപക്ഷം നിർബന്ധിതമാവുകയാണ്. ഒരു പ്രധാന ശത്രു എന്ന നിലയ്ക്ക് BJPക്കൊപ്പം കോൺഗ്രസിനെയും കാണാൻ ഇടതുപക്ഷം നിർബന്ധിതമാവുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിലടക്കം ഈ രാജ്യത്ത് സ്വീകരിച്ചു പോന്നിട്ടുള്ള ഭരണപരമായ നയങ്ങളിലെ വീഴ്ചയടക്കം ഓരോന്നും ഓഡിറ്റ് ചെയ്യപ്പെടും എന്ന പ്രശ്നത്തെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. നിഷാന്തേ, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ആദ്യം തൊട്ടേ പറയണമെന്ന് വിചാരിച്ചിരുന്നതാണ്. കേരളത്തിൽ 20 സീറ്റുകളിലും മത്സരം കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിലാണ് മത്സരം. BJP ഒക്കെ അപ്രധാന ഘടകമാണ് ഇവിടെ. അവരൊക്കെ ചുമ്മാ വെറുതെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ലാതെ ഒരു കാര്യവും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലാണ് 20 മണ്ഡലങ്ങളിലും ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ മുന്നണിയും തമ്മിലാണ് മത്സരം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു മതേതരത്വ ജനാധിപത്യ ചേരി ഈ ഫാസിസ്റ്റ് BJP സർക്കാരിനെതിരായിട്ടുണ്ടാകണമെന്ന് പറയുമ്പോൾ ആദ്യമായി എതിർപ്പുണ്ടായത് എവിടെ നിന്നാണ്? കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നാണ്. കേരളത്തിലെ CPI എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും കേരളത്തിലെ പിണറായി വിജയൻ്റെ CPM-ൽ നിന്നാണ്. യെച്ചൂരി പറഞ്ഞപ്പോഴും പറഞ്ഞു ഞങ്ങളുടെ 1-ാം നമ്പർ ശത്രു BJP ആണെന്ന് പറഞ്ഞു. ഇവിടെ തിരുത്തി, ആര്? കണ്ണൂർ CPM തിരുത്തി. എന്ത് തിരുത്തി? ഞങ്ങൾക്ക് രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്, കോൺഗ്രസും BJP ഒരുപോലെ അല്ല. അതിലൊരു നിർണായക ഘട്ടത്തിൽ നിന്ന് നിലയെടുക്കുന്നു എന്നാണല്ലോ പ്രധാനം. 1-ാം UPA സർക്കാരിനെ മറക്കാൻ പാടില്ലല്ലോ ശൂരനാട് രാജശേഖരൻ, താങ്കളെങ്കിലും. അതെ, നമുക്കതിലൊന്ന് പറയാം. 1-ാം UPA സർക്കാരിൽ CPM-ൻ്റെ നിലപാട് എന്തായിരുന്നു എന്ന് നിഷാന്ത് ചരിത്രത്തെ മറക്കരുത്. അതിൻ്റെ അവസാന കാലഘട്ടത്തിൽ നമ്മുടെ മൻമോഹൻ സിംഗിനെതിരായി ലോകസഭയിൽ ഒരുമിച്ച് നിന്ന് ആരൊക്കെ തമ്മില? CPM MP-മാരും BJP MP-മാരും ഒരുമിച്ചാണ്.
അവർ പങ്കുവെക്കുകയായിരുന്നു അവിശ്വാസ പ്രമേയത്തിന്. എന്ത് വിശ്വാസത്തിലാണ് ഇവർ ബി ജെ പിയോടൊപ്പം കൂടത്തിലെന്ന് പറയുന്നതിൽ എന്ത് വിശ്വാസമുള്ളത്? ഏത് ഘട്ടത്തിലും ബി ജെ പി CPI ഞാൻ ആദ്യമേ തന്നെ പറയുന്നല്ലോ, അവർ പോയ 50 വർഷക്കാലത്തെ അല്ലെങ്കിൽ എന്റെ സമയപ്രശ്നങ്ങളാണ് ശൂരനാട് രാജശേഖരൻ. അപ്പോൾ നിങ്ങളുടെ പദ്ധതി BJPക്കൊപ്പം ഇടതുപക്ഷത്തെയും പരിപൂർണമായും നിഷ്കാസനം ചെയ്യുക എന്നതാണ്. അങ്ങനെ BJPക്കൊപ്പം ഇടതുപക്ഷത്തെ കൂടി ഇല്ലായ്മ ചെയ്തുകൊണ്ട് മാത്രമാണ് ഒരു മതേതര ജനാധിപത്യ സർക്കാർ ഇവിടെ സംസ്ഥാപനത്തിന് പണിയെടുക്കേണ്ടതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്, അങ്ങനെയല്ലേ? ഞങ്ങളല്ല വിചാരിച്ചേ, അവരാണ് വിചാരിച്ചത്. ഞങ്ങൾ തയ്യാറാണ് എപ്പോഴും. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തീർച്ചയായിട്ടും ഈ മതേതര ജനാധിപത്യ മുന്നണിയോടൊപ്പം ഉണ്ടാകണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ ഇവിടുത്തെ CPM അതിന് തയ്യാറല്ല. ഇവിടുത്തെ CPM സ്റ്റാലിനിസ്റ്റ് പ്രസ്ഥാനത്തിലാണ് അവർ ഇപ്പോഴും നിൽക്കുന്നത്. അവർ 25 വർഷം 4 നൂറ്റാണ്ട് പുറയിലാണ് അവരിപ്പോൾ. അല്ല, താങ്കളൊരു വ്യക്തത വരുത്താമോ ഈ കാര്യത്തിൽ? ലെഫ്റ്റിനെ കൂടി BJPക്കൊപ്പം ഇല്ലായ്മ ചെയ്യണമെന്ന ഒരു പ്ലാൻ ഉള്ളത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി കേരളം പോലൊരു സ്ഥലം തന്നെ തെരഞ്ഞെടുക്കുന്നത്. കാരണം അവിടെ പരമാവധി വിജയം, പരമാവധി ലെഫ്റ്റിന്റെ തോൽവി, അതൊരു ഊന്നൽ നിങ്ങൾക്കുണ്ടെന്നാണ്. ഒരിക്കലും അല്ല. തെക്കേ ഇന്ത്യയിലും വടക്കേ ഇന്ത്യയിലും കോൺഗ്രസിൻ്റെ പ്രഭാവം ഉണ്ടാകണം. അതിന് രാഹുൽ ഗാന്ധി തെക്കേ ഇന്ത്യയിൽ വരണം. അത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഒറ്റക്കെട്ടായ തീരുമാനമായിരുന്നു, അല്ലാതെ കേരളത്തിൽ മാത്രമുള്ള തീരുമാനമല്ല. ഞങ്ങൾ എല്ലാവരോടും ആവശ്യപ്പെട്ടതാണ്, എല്ലാ PCCകളും ആവശ്യപ്പെട്ടതാണ്. അതെന്തുകൊണ്ട് പക്ഷേ കർണാടക അദ്ദേഹം തെരഞ്ഞെടുക്കുന്നില്ല? കർണാടക നിങ്ങൾക്കൊരു വളരെ റിസ്ക് ഉള്ള സാഹചര്യം നിലനിൽക്കുന്ന കർണാടകയിലല്ലേ സത്യത്തിൽ ആ ബലപ്പെടുത്തൽ വേണ്ടത് എന്ന ചോദ്യം പ്രസക്തമാണല്ലോ. ആ തെരഞ്ഞെടുപ്പ് ഉണ്ടായില്ല എന്നാണ്. വീണ്ടും ചർച്ചയിലേക്ക്. റഷീദുദ്ദീൻ, അതിനകത്ത് താങ്കൾ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കാര്യത്തിൽ കൂടുതൽ ക്ലാരിറ്റി നമുക്ക് വേണമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ AICCയുടെ മീഡിയ വിഭാഗം മേധാവിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് പല സംസ്ഥാനങ്ങളും ഇങ്ങനെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്, ഞങ്ങൾക്കതിൽ നന്ദിയും ബഹുമാനവും അവരോടുണ്ട്, ഞങ്ങളത് പോസിറ്റീവായി പരിഗണിക്കുന്നുവെന്നാണ്. ഗൗരവത്തിലെടുക്കുന്നതിനേക്കാൾ ഉപരി പോസിറ്റീവായി പരിഗണിക്കുകയാണ്, സന്തോഷമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ അക്കാര്യത്തിലൊരു തീരുമാനം വന്നിട്ടുമില്ല എന്ന് നമ്മുടെ മുൻപിലുള്ള യാഥാർത്ഥ്യമാണല്ലോ. ഇതിപ്പോൾ അങ്ങനെ കേരളത്തെ മാത്രം ഫോക്കസ് ചെയ്തൊരു ആലോചന അതിനകത്ത് സത്യത്തിൽ നടക്കുന്നുണ്ടോ? അതോ ഇവിടെ നമ്മൾ ഈ പുറത്ത് കേൾക്കും വിധമുള്ള ഈ കേരള രാഷ്ട്രീയത്തിന്, കേരളത്തിലെ പാർട്ടിക്കകത്തുള്ള ആഭ്യന്തര രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ മറ്റൊരു ബുദ്ധിപരമായ നീക്കം എന്ന നിലയ്ക്ക് കൂടി കാണാനുള്ള അത്തരമൊരു വായനയുടെ സാധ്യത കൂടി ഇതിനകത്തുണ്ടോ? തീർച്ചയായും കേരളത്തെ സജീവമായി പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. കാരണം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് വയനാട്. അതേസമയം വയനാടിന് മറ്റു ചില നെഗറ്റീവ് പോയിന്റുകൾ കൂടെയുണ്ട്. അക്കാര്യവും AICC ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം പ്രധാനമായും ന്യൂനപക്ഷ വിഭാഗങ്ങൾ വല്ലാതെ കൂടുതലുള്ള ഒരു മണ്ഡലമാണിത്. ഇപ്പോൾ തന്നെ ഉത്തരേന്ത്യയിലെ പല ഗ്രൂപ്പുകളിൽ കൂടെയും ഇക്കാര്യത്തിൽ ശക്തമായ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ മണ്ഡലത്തിൽ മത്സരിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി ചില പ്രത്യേക വിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാനാണ് പോകുന്നത് എന്ന് മറ്റുമുള്ള പ്രചരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ AICC നേതൃത്വത്തിന് കണക്കിലെടുക്കേണ്ടി വരും. എന്നാൽ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേഠി പോലുള്ള ഒരു മണ്ഡലത്തിൽ പ്രധാനമന്ത്രി തന്നെ കഴിഞ്ഞ മാസം പോയി നേരിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചാരണത്തിന് തുടക്കം കുറിച്ച ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യോഗി ആദിത്യനാഥിന്റെ സർക്കാർ ആ സംസ്ഥാനം ഭരിക്കുന്ന സാഹചര്യത്തിൽ മുഴുവൻ മെഷീനറിയും പണക്കൊഴുപ്പും നേതാക്കളെയും ഉപയോഗിച്ച് അതിശക്തമായ ഒരു പ്രചരണമായിരിക്കും അമേഠിയിൽ നടക്കാൻ പോകുന്നത്. അപ്പൊ രാഹുൽ ഗാന്ധിയെ ആ മണ്ഡലത്തിൽ എങ്ങനെയെങ്കിലും കെട്ടിയിടുക എന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അതുകൊണ്ട് എത്തിക്കും. അതിന് പകരം അദ്ദേഹത്തിന് ഇന്ത്യയിലുടനീളം നടന്ന് ഇപ്പൊ നേരത്തെ നമ്മളിപ്പോൾ നമ്മുടെ ഈ ചർച്ച നടന്നു പോകുന്നതിനിടയിൽ മീഡിയ വണ്ണിന്റെ താഴെ കൂടെ കടന്നു പോകുന്ന ഒരു പ്രസ്താവന ഞാൻ കണ്ടു. അതിൽ പറയുന്നുണ്ട് മണ്ഡലം കാണുക പോലും ചെയ്ത് അദ്ദേഹം ജയിക്കുന്നു. അപ്പൊ ആ ഒരു സാഹചര്യം തന്നെയാണ് രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് മതേതര സ്വഭാവത്തിൽ കൂടുതൽ മതേതര വോട്ടർമാർ കൂടുതലുള്ള ദക്ഷിണേന്ത്യയിൽ അദ്ദേഹം കേന്ദ്രീകരിക്കുന്നതും. അദ്ദേഹത്തിന് മഹാരാഷ്ട്രയിലെ ലാത്തൂർ മണ്ഡലത്തിൽ നിന്ന്, അതുപോലെ മധ്യപ്രദേശിലെ ചിന്തുവാഡയിൽ നിന്ന്, ഇവിടുന്നൊക്കെ അദ്ദേഹത്തിന് ഓഫറുകൾ ഉണ്ട്. അപ്പൊ അന്തിമമായി ഇതിൽ ഏതാണ് സ്വീകരിക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമല്ല. ഒരു കാര്യം മാത്രമാണ് ഇതിൽ വ്യക്തമാവുന്നത്, അമേഠിയിൽ അദ്ദേഹത്തെ കെട്ടിയിടുന്ന ഒരു സാഹചര്യം ഒഴിവാവുകയും ഇന്ത്യയിലുടനീളം പ്രചാരണത്തിന് വളരെ സുരക്ഷിതമായി ധൈര്യസമേതം അദ്ദേഹത്തിന് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും വേണം. എന്നാൽ അമേഠിയിൽ നിന്ന് തോറ്റോടി എന്ന് പറയുന്ന പ്രചരണത്തിന് മുനയൊടിക്കാൻ എന്താണോ കോൺഗ്രസ് ചെയ്യേണ്ടത് അത് ഒരുപക്ഷെ കോൺഗ്രസ് ചെയ്യുമായിരിക്കാം. ഓക്കെ, അപ്പോൾ വിവിധങ്ങളായ കാര്യങ്ങൾ അവിടെ പരിഗണിക്കാനുണ്ട് എന്നാണ് P. പ്രസാദ്. നേരത്തെ KJ ജേക്കബ് ചൂണ്ടിക്കാണിച്ചുവല്ലോ, അതായത് നേരിട്ടുള്ള ഒരു ഫൈറ്റിന് വരികയാണ് രാഹുൽ ഗാന്ധി, അതായത് കോൺഗ്രസ് ഒന്നടക്കമെന്ന് കാണണം, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ അവിടെ വരുമായിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പുറത്ത് നിൽക്കുന്നത് നിങ്ങളാണ്. കോൺഗ്രസുമായി കൂടിച്ചേർന്നുകൊണ്ട് ഒരുപക്ഷെ സർക്കാർ ഉണ്ടാക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനോട് മൃദു സമീപനം വേണ്ട, വലിയ അറ്റാക്ക് വേണ്ട എന്ന നിലയ്ക്ക് എടുത്തിട്ടുണ്ടാവുമല്ലോ. അതിലൊക്കെ തന്നെ ഈ മാറ്റം വരുത്തുകയും സമൂലമായ ആക്രമണത്തിൻ്റെ കുന്തമുനകൾ മുറിച്ചു കൂട്ടേണ്ടി വരുന്ന നിലയിലേക്ക് LDFനെ സംബന്ധിച്ച് കാര്യങ്ങൾ മാറുന്നുണ്ടോ?
അത് കോൺഗ്രസിൻ്റെ ഭരണചരിത്രം, ഈ സാമ്പത്തിക നയങ്ങളിലടക്കം അല്ലെങ്കിൽ ഈ പറയുന്ന അവരുടെ ഭരണപരമായ വീഴ്ചകളടക്കം ഉണ്ടായിട്ടുള്ള മുഴുവൻ പ്രശ്നങ്ങളെയും എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുക, അങ്ങനെ എല്ലാ നിലയ്ക്കുമുള്ള വലിയ ഒരു ആക്രമണം കോൺഗ്രസിനെ കേന്ദ്രീകരിച്ച് BJP-യോട് എത്രത്തോളം ചെയ്യുന്നോ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പോവേണ്ട നിലയിലേക്ക് നിങ്ങൾക്കിവിടെ കാര്യങ്ങൾ മാറിയോ? ഇല്ല, ഞങ്ങൾ ആ രാഷ്ട്രീയം തന്നെയാണ് കേരളത്തിൽ ഉയർത്തിപ്പിടിച്ചത്. BJP-ക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഈ കാര്യങ്ങളിലെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന സമീപനങ്ങളോടുള്ള ശക്തമായ എതിർപ്പുകൾ ഞങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും UDF-ഉം തമ്മിലാണ് മുഖ്യമായ മത്സരം എന്നിരിക്കെ മത്സരത്തിൻ്റെ കാര്യത്തിനകത്ത് ഇനിയൊരു പ്രത്യേകമായൊരു കുന്തമുന്ന സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നയങ്ങളോടുള്ള ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മൃദു സമീപനത്തിൻ്റെ പ്രശ്നം അവിടെ ഉദിക്കുന്നതേ ഇല്ല. ഈ രാഷ്ട്രീയം തന്നെയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശക്തി കുറവുള്ള ഇടങ്ങളിൽ മതേതര വോട്ടുകൾ ഭിന്നിച്ചു പോയി BJP ഉയർന്നു വരാൻ പാടില്ല എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചിരുന്നതും. ഇവിടെ എന്നാൽ കേരളത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കും എന്ന ഒരു നിലപാട് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് മതേതര വോട്ടുകളുടെ കാര്യത്തിനകത്ത് ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ കാര്യത്തിനകത്തുമെല്ലാം BJP-യോട് ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തേക്ക് വരുന്നതിന് പകരമായ ഒരു രീതിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ ഞങ്ങൾ വികസനത്തിൻ്റെ കാര്യം കൂടി ഗൗരവതരമായി കാണുന്നുണ്ടായിരുന്നു. വർഗീയതയെ ഇല്ലാണ്ടാക്കാൻ, ഈ കേരളത്തിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ കേരളത്തിലെ വോട്ടർമാരോട് ആരംഭഘട്ടം മുതൽ തന്നെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഈ ക്യാമ്പയിന് മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. വയനാടിൻ്റെ കാര്യത്തിലും ആ പ്രത്യേകത തന്നെയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. വയനാട്ടിലെ ജനങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന, അവർക്ക് ആശയവിനിമയം നടത്താൻ കഴിയുന്ന ഒരു ജനപ്രതിനിധി ഉണ്ടാവേണ്ടതാണ് ഇപ്പോൾ ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി ആദിവാസികളും എല്ലാ കൃഷിക്കാരും ന്യൂനപക്ഷവും ജനത എല്ലാം കൂടി മാറി അദ്ദേഹത്തിനെ കണ്ട ഉടനെ വോട്ട് ചെയ്യുന്നൊക്കെയുള്ളത് എത്ര ലജ്ജാകരമായ അഭിപ്രായ പ്രകടനമായി മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. ഒരു വലിയ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടും, വികസനത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യപ്പെടും. ആ വികസനത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഒരു മണ്ഡലത്തിനെ മുന്നണിയിലേക്ക് എത്തിക്കുക എന്നതിനെ കൂടി ഞങ്ങൾ കാണുന്നുണ്ട്. അത് ഞങ്ങൾ രാഹുൽ ഗാന്ധി വരുന്നതിന് മുമ്പ് തന്നെയും സഖാവ് സുനീറിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഇടതുപക്ഷം അവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇത് തന്നെയാണ്. അതിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ഈ കാര്യം വീണ്ടും കൂടുതൽ ശക്തമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതാണ് നിങ്ങളുടെ പ്രതീക്ഷയും. ശ്രീ സൂര്യനാട് രാജശേഖരൻ, ഇവിടെ നോക്കൂ, കേരളത്തിൻ്റെ സ്വഭാവം നമുക്കറിയാമല്ലോ. അതിനകത്ത് ലെഫ്റ്റ് സ്വഭാവമുള്ള നല്ല ആളുകളുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ 91 സീറ്റുമായി ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു നാട് കൂടിയാണ്. അപ്പോൾ ആ വിഭാഗത്തിനും നല്ല തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു നാടാണിത്. അവിടെയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ തെക്കേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ BJP-യേക്കാൾ കൂടുതൽ രാഹുൽ ഗാന്ധി പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ലെഫ്റ്റിനെയാണ് എന്ന സന്ദേശവുമായി ഒരു മത്സരം നിങ്ങൾ പ്രഖ്യാപിക്കുന്നത്. BJP-ക്ക് കരുത്തുള്ള മണ്ഡലങ്ങളിൽ എവിടെയും പോയി മത്സരിക്കാതെ ഇവിടെ ലെഫ്റ്റിനെ നിഷ്കാസനം ചെയ്യുന്നതിന് വേണ്ടി വരികയാണ് എന്ന സന്ദേശം അത് പ്രചരിപ്പിക്കാൻ കൂടി ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഇടതുപക്ഷം. അതായത് രാഹുൽ ഗാന്ധിക്ക് തെക്കേ ഇന്ത്യയിൽ BJP-യെ തോൽപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനാണ്. ഈ BJP-ക്ക് കരുത്തുള്ള ഒരു സ്ഥലത്ത് പോയി മത്സരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്ന്. അത് നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടാക്കുന്ന, പ്രതിസന്ധി ഉണ്ടാക്കുന്ന പ്രചാരണമായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ വിചാരിക്കുന്നില്ല. ഇടതുപക്ഷമായിട്ടുള്ള ഒരു തർക്കത്തിന് ഒരിക്കലും കോൺഗ്രസ് തയ്യാറല്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ കേരളത്തിൽ ഇടതുപക്ഷവും ഐക്യജനാധിപത്യ മുന്നണിയും തമ്മിലാണ് മത്സരം തന്നെ. ഒരു കാര്യം നിശാന്തം മറക്കരുത്, കേരളത്തിൽ ആദ്യമായിട്ടല്ല പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികൾ ഒന്നിലധികം സ്ഥലങ്ങളിൽ മത്സരിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്തും വേണ്ട, കഴിഞ്ഞ പ്രാവശ്യം നരേന്ദ്രമോദി ഗുജറാത്തിൽ 14 വർഷം മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹം വാരണാസിയിൽ പോയി മത്സരിച്ചില്ലേ? ഇന്ത്യയെ ഒന്നായി കാണാൻ കഴിയുന്ന, ഇന്ത്യയിൽ എല്ലാവരും വേരുകളുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ അങ്ങനെ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ എടുക്കാൻ കഴിയൂ. കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയുടെ 2 ഭാഗത്തും പ്രാതിനിധ്യം ഉണ്ടാകണം എന്ന് തീരുമാനിച്ചു. എന്തിനാണ് ഇടതുപക്ഷം ഇങ്ങനെ ആവശ്യമില്ലാതെ ഈ കാര്യത്തിൽ കിടന്ന് അവരല്ലേ ആദ്യം തീരുമാനിച്ചത്? കോൺഗ്രസുമായിട്ട് തൊട്ടുകൂടായ്മ വേണ്ട, BJP-യെ പോലെ തന്നെ ഞങ്ങൾക്ക് ശത്രുവാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞ അവരല്ലേ. ഒന്നാം UPA കാലത്ത് കോൺഗ്രസിനെ തകർത്തു പരാജയപ്പെടുത്താൻ BJP-യുമായിട്ട് മുന്നണി ഉണ്ടാക്കിയവരാണ്. പലതവണ BJP-യുമായിട്ട് ഒരുമിച്ച് ഭരിച്ചവരാണ് CPM-കാർ.
അപ്പോൾ അവർക്ക് ഇനിയും അങ്ങനെയും ഉണ്ടാവും. അവർക്ക് BJPയും കോൺഗ്രസും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം, കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഈ ഫാസിസ്റ്റ് ഭരണത്തിനെതിരായി അതിശക്തമായ ഒരു വികാരം ഇന്ത്യയിലെമ്പാടും ജനങ്ങൾക്കുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 31% വോട്ട് മാത്രം വാങ്ങിച്ച് 61% വോട്ടുകളെ ഭിന്നിപ്പിച്ച് കളഞ്ഞ ഒരു പ്രസ്ഥാനം ഇനി അതുണ്ടാകാൻ പാടില്ല. വോട്ടർമാരെ പല ഘട്ടത്തിലാകാൻ പറ്റില്ല. അത് ജനാധിപത്യ മതേതരത്വ ചേരിയെ ഒരുമിച്ച് കൊണ്ടുവരുവാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമത്തിന്റെ നായകനാണ് രാഹുൽ ഗാന്ധി. ഏതാണ് അക്കാര്യത്തിൽ താങ്കളുടെ വിശദീകരണം? രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തുന്നു എന്ന വാർത്തകൾ വരുന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ചർച്ച സംഘടിപ്പിച്ചത്. അക്കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം വന്നിട്ടില്ല എന്നത് പ്രത്യേകമായി പറയണമല്ലോ. AICC അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് ഔദ്യോഗികമായി അറിയിക്കുന്നവരെ അദ്ദേഹം മത്സരിക്കാൻ എത്തും എന്ന് തൽക്കാലം വിചാരിക്കുക വയ്യ. നന്ദി. ശ്രീ ശൂരനാട് രാജശേഖരൻ, ശ്രീ P. പ്രസാദ്, ശ്രീ A. റഷീദുദ്ദീൻ, ശ്രീ KJ ജേക്കബ്. സാങ്കേതിക പരിമിതി പോലും ഇടയ്ക്ക് താങ്കളിലേക്ക് വരാൻ കഴിഞ്ഞില്ല എന്നതിലുള്ള പ്രത്യേകമായ ഖേദം ഞാൻ അറിയിക്കട്ടെ.